ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് ചർച്ചിൻ്റെ കാരലിംഗ് കാണാൻ പോവാണ്. സോ ഫാമിലിയായിട്ട് ഞാൻ പോവാണിന്ന്. അപ്പം നമുക്കിന്ന് അത് കാണാൻ പോവാം. കയറി ഇനി പള്ളിയിൽ പോകണം. ബട്ട് രണ്ട് കാര്യത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്യും. ഒന്ന് വണ്ടി ഹീറ്റാവാൻ, എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഗൈസ്. ഒരു രീതിയിലും നമുക്ക് പിടിച്ച് നിൽക്കാൻ, ഒരു കോട്ടില്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. കോട്ടിട്ട് മുടി എല്ലാം കൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങോട്ട് കോട്ട്, പക്ഷേ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ തണുത്ത് കുറച്ച് ഐസ് കട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് വണ്ടി ഒന്ന് ഹീറ്റാവണം. പിന്നെ അപ്പയമ്മയും വരാൻ വെയിറ്റ് ചെയ്യണം. അപ്പം ഒന്നിച്ച് പോകാനാണല്ലോ, അപ്പം ഒരു വണ്ടി എടുത്താൽ പോരെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പള്ളിയിലെത്തി ഗൈസ്. Subscribe to her channel, okay? അതെ ഗൈസ്, ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് 5-6 പേര് ഒന്നിച്ചു പോകുന്നത്. കണ്ടോ ഗൈസ്? Drink Starbucks എന്റെ ഫസ്റ്റ് ടൈം ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഈ ഡ്രിങ്കിന്റെ പേരെന്താണ്? അത് വായിക്കട്ടോ. ഐസ് വിറ്റമിൻ കാരമൽ ബ്രൂ എൽ. വൈറ്റമിനോ? വിറ്റിയുടെ അർത്ഥം എന്തോ? വെന്റി. വൈറ്റമിൻ. സ്റ്റാർബക്സ് പറഞ്ഞാലേ അറിയിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ട്? പിച്ചക്കാരൻ ആദ്യമായിട്ട് ഞാൻ എന്റെ സ്റ്റാർബക്സിൽ അതൊന്നും പറയുന്ന മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ സ്റ്റാർബക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കുടിക്കുന്ന ഡ്രിങ്കാണ് ഫേവറേറ്റ്. ചരിത്രം. കുറച്ച് ചിരിക്കാനും കുറേയേറെ ചിന്തിപ്പിക്കാനുമായി യങ് ഫാമിലി ഫെലോഷിപ്പ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം പല കാലഘട്ടങ്ങളിലൂടെ. യേശു ക്രിസ്തു ജനിച്ചത് 1980-കളിലായിരുന്നുവെങ്കിൽ മലയാളികളായ നമ്മൾ ആ വാർത്ത അന്ന് ആയത് എങ്ങനെയായിരിക്കാം? യേശു ക്രിസ്തു ഭൂജാതനാണ്. വാർത്തകൾ വിശദമാണ്. ബേത്ലഹേം പട്ടണത്തിൽ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭൂജാതനാണ്. മേരിയുടെ പുത്രനായ യഹൂദ ബാലനായി ജനിച്ച യേശു ക്രിസ്തുവിന്റെ വരവ് ലോകമെമ്പാടും ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെടുന്നു. The world is changing so fast. As technology grows, the way people consume and receive news changes. If Jesus was born in the early 2000s, the world would likely hear the news in a much more instantaneous and widespread way, thanks to modern technology. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ലോകത്തിന്റെ നേതാവായി ഒരു യഹൂദ ബാലൻ ജനിച്ചു. ബേത്ലഹേം പട്ടണത്തിലാണ് ജനിച്ചത്. രാകേഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? മണിക്ക് മാറിക്ക്. ഹലോ, ഇത് സുനിൽ കുലങ്കര. ലോക നേതാവായ ജനിച്ച ശിശുവായി ക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ആയ യോസേഫും മേരിയും നടന്നുപോയ വഴികളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിനേരം തണുപ്പും കാട്ടുമൃഗങ്ങളുടെ ആക്രമണവും സാധ്യതയുള്ള കാരണം ഞങ്ങൾക്കിപ്പം ശിശുവിന്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. പക്ഷെങ്കിൽ യോസേഫിനെ മേരിയെ കണ്ട
പല ദൃക്സാക്ഷികൾ ഈ ഏരിയയിലുണ്ട്. അതിലൊന്നാണ് മിസ്സസ് ഗുൽമേരി ഗുൽഫാർ. മിസ്സസ് ഗുൽഫാർ, നിങ്ങൾ ഈ ലോക നേതാവിനെ കണ്ടെന്ന് പറയുന്നു. എന്തുവാണ് കണ്ടത്? അത് കണ്ടത് കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടില്ല. ഒരു ഫുൾ പ്രഗ്നന്റ് ആയ സ്ത്രീയും അവരുടെ കൂടെ ഒരു മാനും എല്ലാ ഡോറും ഇങ്ങനെ പൊട്ടുന്നത് കണ്ടു. പിന്നെ അവർ അപ്പം അറിയാത്ത ഒരു ആൾക്കാർക്ക് ഡോർ തുറന്നു കൊടുക്കാൻ ആൾക്കുമോ? പിന്നെ അവരാ വഴിയാണ് പോയി, ഇതാണ്ട് ഈ വഴിയാണ് പോയി, ഇതാണ്ട് ആ വഴി. എന്നിട്ട് പിന്നെ അറിയുന്നത് ആരാന്ന്? ലോക നേതാവാണെന്ന്. നടന്ന റോഡ് മാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ നിങ്ങളെ സ്ത്രീയിൽ കാണിക്കുന്നതായിരിക്കും. തൽക്കാലം കാവലമാൻ മണിക്കുട്ടിയോടൊപ്പം സുനിൽ കുളങ്ങര. Most materialistic world where anything and everything has a price associated with it. If Jesus was born today in 2024, the world would know the news in an even more immediate and interconnected way than ever before. Major news networks like CNN would immediately cover as a global headline. This is CNN Breaking News. Good evening, and thank you for joining us. We begin tonight with the establishment of a new leader, a story that's capturing global attention and affecting millions. Here's what we know right now. This is a season of joy, the time when a new leader has been born. Jesus Christ, the son of Mary and Joseph, whose birth has sparked a wave of celebration and joy across the world. Today marks the birth of a figure whose impact transcends time and borders. This day will be known as Christmas. Annie, can you hear me? Thank you, Shobhita. I'm here on the ground where the atmosphere is absolutely electric with joy and excitement. From bustling shopping centers to churches holding special services, the spirit of Christmas is alive and well. Families are coming together, gifts are being exchanged, and communities are rejoicing. The celebrations are not only religious, but also influencing the economy in real time. I've just spoken with several retail experts, and they're noting an unprecedented boost in sales across major outlets and online platforms. Amazon in particular is seeing a record-breaking number of orders, and people are rushing to purchase gifts for loved ones. Reporting live with cameraman John. Back to you, Shobhita.
ആ